ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ചെറുതായി നമ്മുടെ ഒരു ഹോം ടൂറാണ് കാണിക്കുന്നത്. ഹോം ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് കേട്ടോ. സ്റ്റുഡിയോ ഫ്ലാറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ കയറി വരുന്നൊരു എൻട്രൻസ്. അപ്പോൾ കയറി വരുമ്പോൾ എൻട്രൻസിൽ നമ്മളൊരു കബോർഡ് ഇട്ടിട്ടുണ്ട്. കബോർഡിൽ നമ്മൾ കുറച്ച് കുഞ്ഞു സാധനങ്ങൾ നമ്മൾ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്, എയർ ഫ്രയർ ഉണ്ട്, നമ്മുടെ 2-3 വേറെ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാൻഡ് നമ്മുടെ ഒരു ഫ്രിഡ്ജാണ് നമ്മളുടെ, അതായത് പഴയ സ്റ്റുഡിയോ ഫ്ലാറ്റിൽ യൂസ് ചെയ്തിരുന്നതാണ്. പിന്നെ നമ്മുടെ ചെരുപ്പിൻ്റെ കബോർഡാണ്. നമ്മൾ ചെരുപ്പുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കുഞ്ഞൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ സൈഡ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ ഇത് എന്ന് പറയുന്നത് നമ്മളൊരു ലൈറ്റും ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ആംബിയൻസിന് വേണ്ടിയാണ് നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഫ്രിഡ്ജ് ഇവിടെ വെച്ചേക്കണേ. സോ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഫ്രിഡ്ജ്. നമുക്കപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മാക്സിമം കൊള്ളിക്കാൻ പറ്റും. ഫ്രീസറിലായാലും സ്പേഷ്യസ് ആണ് നല്ലോണം. ഇനി നമ്മുടെ കിച്ചൺ സൈഡാണ്. കിച്ചൺ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഓപ്പൺ കിച്ചൺ പോലെ തന്നെ, പക്ഷെ എന്നാലും അത്യാവശ്യം നമുക്ക് ഏരിയ ഉണ്ട്. അതായത് ഒരു സ്റ്റൗ വെച്ചിട്ടുണ്ട്, നല്ല കബോർഡ്സ് ഉണ്ട്, കുറേ കബോർഡ്സ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മുടെയാണ്. ഇപ്പം ഇത്തിരി അലങ്കോലായിടെ ആരും വന്ന് വിചാരിക്കില്ല. നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ലൈറ്റുകളും അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലാന്റ്സ് ഉണ്ട്. നമ്മുടെ കുറേ കുഞ്ഞു നമ്മൾ കുറേ സ്ഥലങ്ങളിൽ നിന്ന് പോയി വാങ്ങിയ കുഞ്ഞു കുറേ സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ പോപ്പിക്കുട്ടനുണ്ട്, ഫൈറ്റർ ഫിഷാണ്. അതൊരു ഒരു ഫിഷും നമ്മളവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളാണ്. ഡൈനിങ് ടേബിൾ എന്ന് പറയുമ്പോൾ 4 പേർക്ക് മാക്സിമം 4 പേർക്കൊക്കെ 4 അല്ലെങ്കിൽ 6 പേർക്ക് മാക്സിമം ഇരിക്കാം. അപ്പം നമുക്ക് 4 ചെയർ സെറ്റാണ് വെച്ചേക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് ഒന്ന് വാങ്ങിച്ചതാണ് ഈ ഡൈനിങ് ടേബിൾ സെറ്റ്. ഓഫറിലുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ വാങ്ങിച്ചു. പിന്നെ നമ്മളൊരു ടേബിൾ ലാമ്പും വെച്ചിട്ടുണ്ട്. പിന്നെ പെപ്പർ പൊടിയും സോൾട്ടിൻ്റെയും ഒരു 2 ബോക്സും വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. എൻ്റെ ഒരു വ്യൂ, അതായത് കിച്ചണും പിന്നെ കിച്ചൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂവും അത്യാവശ്യം നല്ല ഒരു ഏരിയ കവർ ചെയ്യുന്നുണ്ട് അവിടെ കിച്ചണിന് വേണ്ടി. പിന്നെ അടുത്ത് വരും നമ്മൾ 2 സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു സോഫ എന്ന് പറയുന്നത് നോർമലും, ഒന്ന് സോഫ കം ബെഡാണ്. ആ ഗ്രേ കളറിൽ കാണുന്നതാണ് സോഫ കം ബെഡ്. സോഫ കം ബെഡിൽ നമ്മൾ രാത്രി നമുക്കത് അടിയിൽ നിന്ന് വലിച്ചിട്ട് കിടക്കാം, നമുക്കറിയാവുന്നതായിരിക്കുമല്ലോ. അങ്ങനെ പിന്നെ നമുക്കവിടെ ഒരു കുഞ്ഞൊരു നമ്മുടെ ടേബിൾ, ഒരു ഹൈറ്റിലുള്ളൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞൊരു ടേബിൾ, അത് നമ്മൾ ഹോം ബോക്സിൽ നിന്നാണ് ഇതൊക്കെ പർച്ചേസ് ചെയ്തത്. ഇത് ഹോം ബോക്സിൽ നിന്നല്ല, മറ്റേ ലൈറ്റ് ഹോം ബോക്സിൽ നിന്നായിരുന്നു. പിന്നെ ഇതിൽ നമുക്ക് അത്യാവശ്യമുള്ള വയേർഡ് സാധനങ്ങളുമൊക്കെ നമുക്ക് അതിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്ലാന്റും വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ, അവിടെ ഗ്യാപ്പ് കവർ ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ഈ 2 സോഫ സെറ്റും ഉണ്ട്. അത്യാവശ്യം നല്ല 3-4 പേർക്ക് ഒരു സോഫയിൽ ഇരിക്കാൻ പറ്റും. പിന്നെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ചാൽ കേട്ടോ, നമ്മൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി. ആരെങ്കിലൊക്കെ വന്നതിൻ്റെ ഈ ടീയും കോഫിയൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ ഒരു സെക്ഷനാണ് നമ്മൾ ടി വി സ്പേസ് എന്ന് പറയുന്നത്. ടി വി സ്പേസിൽ നമ്മൾ ടി വി ഉണ്ട്, ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്, ഒരു ടേബിൾ ലാമ്പ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി. ടേബിൾ ലാമ്പ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പം അത് തന്നെ നമ്മളിപ്പോൾ അത് ഇവിടെ വെച്ചിട്ടുള്ളൂ. അത് കറക്റ്റ് ഇവിടെ വെക്കണം എന്ന് ഐഡിയ ഇല്ലാത്ത കാരണം തൽക്കാലം അവിടെ വെച്ചേക്കണ്ട. പിന്നെ നമ്മൾ ദൈവത്തിന് നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചേക്കണം, വിഗ്രഹവും ആ കാര്യങ്ങളൊക്കെ. കാരണം നമുക്ക് ഇപ്പോൾ അതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അത് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്കൊരു കബോർഡ്, സെപ്പറേറ്റ് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള കബോർഡ് വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ എന്ന് പറയുന്നത്, സ്റ്റുഡിയോ ഫ്ലാറ്റിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ഒരു ബീം ബാഗ് ഉണ്ട് നമ്മളവിടെ. ഇത് നമ്മുടെ പണ്ടത്തെ ഫ്ലാറ്റിലുണ്ടായിരുന്ന നമ്മുടെ എടുത്തിട്ട് വന്നതാണ്. പിന്നെ ഇത് നമ്മുടെ കബോർഡാണ്. കബോർഡ് എന്ന് പറയുമ്പോൾ കാണുമ്പോൾ നല്ല ഒതുക്കുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഒരു സ്പേസ് നമുക്ക് ഉള്ളിൽ കിട്ടും. അതായത് 6 ഡോർസ് ഉണ്ട്. 6 ഡോർസിനും അത്യാവശ്യം നമുക്ക് എല്ലാ സാധനവും, ഞങ്ങളുടെ ട്രോളീസ്, നമ്മുടെ സൂട്ട് കേസ്, ഇതെല്ലാം നമ്മൾ ഇതിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രസ്സും, നമ്മുടെ 2 പേരും ഡ്രസ്സും എല്ലാം നമ്മളിതിൽ കവർ ചെയ്തിട്ടുണ്ട്. മാക്സിമം എല്ലാം കൊള്ളേണ്ട രീതിയിൽ നമുക്കിതിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു സ്റ്റോറേജ് എന്ന് പറയാൻ വേണ്ടിയുള്ള ഇത് നമ്മുടെ കബോർഡാണെന്ന് പറയാം. അങ്ങനെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ്. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല, ഇത്രയും അധികം സാധനങ്ങൾ ഇട്ടാലും നമുക്ക് നല്ലൊരു സ്പേഷ്യസ് ആണ്. ഇപ്പം നിലത്തായാലും നമുക്ക് ആരെങ്കിലുമൊക്കെ ഗസ്റ്റുകൾ വന്നെങ്കിൽ നമുക്ക് അവിടെ കിടക്കാൻ പറ്റും. അങ്ങനെ ബീം ബാഗ് ഒന്നുകൂടി കാണിച്ചാണ്. അങ്ങനെ ഇനി ഈ സൈഡിൽ നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഇതെന്ന് പറയുന്നത്. ഈ എൻ്റെ ഒരു ഹോളാണ് നമ്മുടെ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. സ്റ്റുഡിയോ ഫ്ലാറ്റ് എല്ലാവർക്കും അറിയാമല്ലോ.
ഒരു എൻ്റെ ഒരു വലിയൊരു റൂം ഉണ്ടാവും, അതിലൊരു കിച്ചൺ ഉണ്ടാവും, അതിലൊരു ബാത്റൂം ഉണ്ടാവും. അങ്ങനെ ഇതാണ് അപ്പം ആ ഫുൾ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം നമുക്ക് ഈ ഏരിയയിലും നല്ല സ്പേസ് ഉണ്ട്. അതായത് കയറി വരുന്നാലും നമുക്ക് ഇത്രയൊക്കെ സാധനങ്ങൾ ഇട്ടാലും നമുക്ക് നടന്നു വരാനൊരു കുറേ ഒരു സ്പേസും കൂടി ഉണ്ട്. പിന്നെ ഈ ഫ്രിഡ്ജ് നമ്മൾ ഇനി വിൽക്കാൻ വേണ്ടിയിട്ടേക്കാണ്. നമുക്ക് നമ്മുടെ പണ്ടത്തെ ഫ്രിഡ്ജായിരുന്നു, നമ്മൾ പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോൾ നമുക്ക് ഈ ഫ്രിഡ്ജ് ആവശ്യമില്ലാണ്ടായി. അങ്ങനെ അപ്പോൾ ഞാൻ കിച്ചൺ ഒന്നും കൂടി കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടേക്കണത്. അതായത് വാഷിംഗ് മെഷീനും നമ്മുടെ ഓവനും കിറ്റിലും ഇതൊക്കെ നമ്മൾ ഇതിൽ തന്നെയിട്ടാണ്, നമ്മുടെ കിച്ചണിൻ്റെ ഉള്ളിൽ തന്നെയാണ്. കോമൺ ആയിട്ട് എല്ലാ UAE-ലും എല്ലാ വാഷിംഗ് മെഷീൻ എല്ലാവരും ഇതിൽ തന്നെ സെറ്റായിട്ട് കിടക്കായിരിക്കും. കിച്ചൺ ഭയങ്കര വലുപ്പമൊന്നുമില്ല, എന്നാൽ നമുക്ക് 2 പേഴ്സണുള്ള അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് കിച്ചണാണ്. അങ്ങനെ നമ്മളിതിവിടെ ഒരു കുഞ്ഞൊരു നമ്മൾ ഹസ്ബൻഡ് ഓരോ സ്ഥലത്ത് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതിൽ അടിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇനി നമ്മുടെ ബാത്റൂം കുഞ്ഞിതാണ്, പക്ഷെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു വാഷ് ബേസിനുണ്ട്, പിന്നെ നമ്മുടെ ക്ലോസറ്റ്, ബാത്ത് ടബ്, ഇങ്ങനത്തെ എല്ലാം കൂടിയുള്ളൊരു കുഞ്ഞ് ഇതാണ്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം നമ്മുടെ ഹെയർ വാഷിനുള്ള സാധനങ്ങളായാലും സോപ്പ് അങ്ങനത്തെ കാര്യങ്ങളായാലും ബോഡി ലോഷൻ എല്ലാം നമ്മൾ അവിടെ സെറ്റ് ചെയ്തത് ആ 3 ലെവലിലായിട്ടാണ് വെച്ചേക്കണം. ഇനി നമ്മൾ വരുന്നത് ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ഒരു സ്പേസ് കിട്ടണ ഒരു ഇതാണ്. നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല ബാൽക്കണി. ഇപ്പോൾ നമ്മൾ തൽക്കാലം നമ്മുടെ പണ്ടത്തെ സാധനങ്ങളൊക്കെ മാത്രം കൊണ്ടുവച്ചിട്ടുള്ളൂ. നമ്മുടെ ഡ്രസ്സുകൾ ഉണക്കാൻ വേണ്ടി നമ്മുടെ ആ സാധനം അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ചെടികളും കാര്യങ്ങളൊക്കെ ഇനി സെറ്റ് ചെയ്യാണ്ട് നമ്മുടെ പണ്ടത്തെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടിട്ടേക്കാണ് ഓൾറെഡി. അങ്ങനെ ഇത് നമ്മുടെ ഒരു വൈഡ് ആംഗിളിൽ നിന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി ഇത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്യാണ്ട്. ഇനി നമുക്ക് കുറച്ച് ലൈറ്റുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, അതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇതൊരു വൈഡ് ആംഗിളിൽ നിന്ന് ബാൽക്കണി കാണിച്ചു തരാൻ വേണ്ടി. ഇതാണ് നമ്മുടെ ഓവറോൾ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കൊച്ചു സ്റ്റുഡിയോ ഫ്ലാറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ബൈ ബൈ.